അല്ല, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നേടാവോ അതെല്ലാം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം. രക്തസാക്ഷി പരിവേഷത്തോടെ കോൺഗ്രസ് വിടാമെന്ന് ശശി തരൂർ കരുതേണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നേടാവോ അതെല്ലാം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം ഈ പാർട്ടിയിൽ നിന്ന് ഇനി അദ്ദേഹത്തിനൊന്നും ലഭിക്കാനില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ പരമോന്നത സമിതി എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസിഡൻ്റായി മത്സരിച്ച അദ്ദേഹമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ് ഏറ്റവും നല്ലൊരു കമ്മിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസിനോടായിരിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. പക്ഷേ അദ്ദേഹം ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ അത്തരമൊരു പരിവേഷം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം പാർട്ടി വിട്ടു പോകാം. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി പോകാമെന്നുള്ള വ്യാമോഹം നടക്കുന്ന പ്രശ്നമില്ല. ഒരു പേടിയില്ല. ശശി തരൂരിനെ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയതായി തോന്നുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് എന്ത് വീഴ്ചയാണ് പറ്റുന്നത്? അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ KPCC അല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. പ്രസിഡൻറ്റും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അതിനാർക്കും ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടി നടക്കാൻ പോകുന്നില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി.